ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ അടിസ്ഥാന പാഠാവലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവർക്കും അറിയാം 2024 നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊന്നും നമുക്ക് റെഫർ ചെയ്യാനില്ല. അപ്പോൾ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ട് 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് മലയാളം എക്സ്പ്ലനേഷനും ഫുൾ ആക്ടിവിറ്റീസും ലെറ്റേഴ്സ് അസസും മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്സിൻ്റെ എല്ലാ ചാപ്റ്ററും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ മാത്സ് ആണ് കാണുന്നെങ്കിൽ ക്ലാസ് 7 മാത്സ് ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ കൂടെ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൻ്റെ പേരും നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അറിയാം, മലയാളം അടിസ്ഥാന പാഠാവലി 15 മിനിറ്റാണ് നമുക്ക് കൂൾ ഓഫ് ടൈം. ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ലവണ്ണം ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കണം. മലയാളത്തെ സംബന്ധിച്ച് പറയുകയെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട, പക്ഷേ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയവുമായി കണക്ട് ചെയ്ത ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 1 നമുക്ക് 3 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ പാഠഭാഗങ്ങൾ നിങ്ങൾ നല്ലവണ്ണം വായിക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും വരിക. പിന്നെ കുറച്ച് നമ്മുടെ വായനയുടെ ഒരു ആഴവും അതൊക്കെ അളക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാകും. ഒരു ഡയറക്റ്റ് ചോദ്യങ്ങളൊന്നും നമ്മൾ മലയാളത്തെ സംബന്ധിച്ച് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയാം, എല്ലാ ചോദ്യപേപ്പറിലും കാണുന്നത് എന്താണ്? ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഭാഷകളിൽ കാണുന്നത് ഒരു കോംപ്രിഹെൻഷനാണ്. അതായത് ഒരു പാസേജ് തരും, അല്ലെങ്കിൽ ഒരു പോയം തരും, ഒരു കവിത അല്ലെങ്കിൽ ഒരു പാസേജോ തരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും. 5 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം 1 എന്നത് നിർബന്ധവുമാണ്. അപ്പോൾ അത് എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ചോദ്യങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം വായിച്ച് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് ശരിക്കും ഉത്തരം എഴുതാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1, വായിക്കാം, എഴുതാം. ചാറ്റമഴയായി, പെരുമഴയായി, പെരുമ്പറയായി ഘോഷിക്കുന്ന വർഷം ചിലപ്പോൾ വലിയ വെള്ളപ്പൊക്കമായി മാറും. കുട്ടികളായ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാലമാണത്. മുതിർന്നവർക്ക് ദുരിതവും. താണപറമ്പുകളിൽ താമസിക്കുന്ന അയൽക്കാർ ഞങ്ങളുടെ വീട്ടിൽ കുടിയേറും. അതോടെ കളിക്കാൻ ഒരുപാട് കൂട്ടുകാരും കുറിച്ച് നടക്കാൻ അരിയോ പയറോ വറുത്തതും ഉമ്മറത്ത് നിന്ന് പടി ഇറങ്ങിയാൽ ഓടി നടക്കുന്ന മുറ്റ നിറയെ വെള്ളം. അവിടെ വള്ളം കെട്ടിയിടാം. മുറ്റത്ത് തന്നെ നീന്തി കളിക്കാം. കിഴക്കൻ മലകളിൽ നിന്ന് ഒഴുകി വരുന്ന ചെങ്കല്ലു കലർന്ന വെള്ളം. വെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വരുന്ന വൈക്കോൽ തുരുമ്പും അപൂർവമായി ചിലപ്പോൾ മരിച്ച ചില ജന്തുക്കളും. നെടുമുടി വേണം. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. പലതും പറയും പതിരും. പലതും പറയും പതിരും, ഇത് കൃതിയുടെ പേരാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഏത് കാലത്തെക്കുറിച്ചാണ് ഖണ്ഡികയിൽ പരാമർശിക്കുന്നത്? അപ്പോൾ നമുക്കിത് വായിച്ചാൽ തന്നെ അറിയാമല്ലേ. ഇപ്പോൾ നമ്മൾ ഈ ഒരു വയനാട്ടിലെ ദുരിതവുമായി ബന്ധപ്പെട്ട ഒരു വായനാ കുറിപ്പ് തന്നെയാണിത്. അപ്പോൾ നമുക്കറിയാം, ഇത് മഞ്ഞുകാലവും അല്ല വേനൽക്കാലവും അല്ല, ഇതെന്താണ്? മഴക്കാലമാണല്ലേ. നമ്മളിപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ ധാരാളം പത്രങ്ങളിൽ വായിച്ച് അറിഞ്ഞവരാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. താണപറമ്പുകളിൽ താമസിക്കുന്ന അയൽക്കാർ ഞങ്ങളുടെ വീട്ടിൽ കുടിയേറും. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? സഹജീവി സ്നേഹം, മര്യാദ, ബഹുമാനം. എന്താണ്? സഹജീവി സ്നേഹം തന്നെയാണ്. എന്ത് ദുരിതങ്ങൾ ഉണ്ടായാലും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാലും മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നത് എന്താണ്? സഹജീവികളോടുള്ള സ്നേഹം തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനാണ് ശരി. ഓക്കെ, നമുക്ക് 3ാമത്തെ ചോദ്യം നോക്കാം. കിഴക്കൻ മലകളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? മലവെള്ളം, ചെങ്കല്ല് കലർന്ന വെള്ളം, ശുദ്ധമായ വെള്ളം. എങ്ങനെയാണ്? ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കിഴക്കൻ മലകളിൽ നിന്ന് ഒഴുകി വരുന്ന ചെങ്കല്ല് കലർന്ന വെള്ളം. അപ്പോൾ 3ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ചെങ്കല്ല് കലർന്ന വെള്ളം. ഇനി 4ാമത്തെ ചോദ്യം നോക്കാം. പറമ്പിലാകെ വള്ളം തുഴഞ്ഞ് നടക്കാം എന്ന വാക്യത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ്? പറമ്പിലാകെ തോണി തുഴഞ്ഞ് നടക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പറമ്പ് വരണ്ടുണങ്ങിയത് കൊണ്ടാണോ? അല്ല. പറമ്പിലാകെ
ചളി നിറഞ്ഞു. ചളി നിറഞ്ഞാൽ നമുക്ക് തോണി കൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. പറമ്പ് പുഴയായി മാറി. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. പെരുമ്പറയായി ഘോഷിക്കുന്ന വർഷം എന്ന വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? പെരുമ്പറയായി. പെരുമ്പറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ഒച്ചയും പിന്നെ ഭയങ്കര വേഗതയൊക്കെ ഉള്ളതാണ് പെരുമ്പറ അല്ലേ. മുഴങ്ങി നിൽക്കുന്ന ശബ്ദമാണ് നമുക്ക് പെരുമ്പറ കൊട്ടുമ്പോൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ചാറ്റൽ മഴയാണോ, നൂൽമഴയാണോ, അല്ലെങ്കിൽ ഇടിമഴയാണോ? അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി, ഇടിമഴ. അപ്പം നിങ്ങൾ വായിക്കാൻ എഴുതാം, ഒരു മാർക്ക് പോലും മിസ് ചെയ്യരുത്. വളരെ എളുപ്പമാണ്. ജസ്റ്റ് വായിച്ചു നോക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല, രണ്ടാമത്തെ പ്രാവശ്യം വായിച്ചു നോക്കുക. ഈ പ്രവർത്തനം 2 നോക്കാം. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി. മകരം കുംഭമാസങ്ങളിൽ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായി കുമ്മാട്ടിക്കളി അവതരിച്ചു പോരുന്നു. തികച്ചും പ്രാദേശികമായ അനുഷ്ഠാനങ്ങൾ കുറവായ ഒരു കലാരൂപമാണ് കുമ്മാട്ടിക്കളി. കുമ്മാട്ടിക്കളി എല്ലാവർക്കും പരിചിതമാണ്. ഇതുപോലെ നിങ്ങൾ കണ്ട കാർഷികോത്സവം അല്ലെങ്കിൽ നാട്ടുത്സവം എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് കോതമൂരിയാട്ടത്തെക്കുറിച്ചാണ്. ഉത്തര കേരളത്തിൽ പ്രത്യേകിച്ചും കോലത്ത് നാട്ടിൽ നിലനിന്നിരുന്ന ഒരു അനുഷ്ഠാന കലയാണ് കോതമൂരിയാട്ടം അഥവാ കോതാരിയാട്ടം. എന്താണ് കോതമൂരിയാട്ടം അഥവാ കോതാരിയാട്ടം? കോലത്ത് ഗ്രാമങ്ങളിൽ തുലാം വൃശ്ചിക മാസങ്ങളിലായി തെയ്യം കലാകാരന്മാരായ മലയ സമുദായക്കാരാണ് ഈ നാടോടി നൃത്തകല ആടിയിരുന്നത്. അപ്പോൾ ഏത് മാസങ്ങളിലാണ് ഇത് നടക്കുന്നത്? തുലാം വൃശ്ചിക മാസങ്ങളിലാണ് ഇത് നടത്തുന്നത്. തെയ്യം കലാകാരന്മാരായ മലയ സമുദായക്കാരാണ്. ഉർവരാധനാഷ്ടരങ്ങളുമായി ഏറെ അടുത്ത് നിൽക്കുന്ന കോതാമൂരി ഒരു വീടോടി കലാരൂപമാണ്. ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കോതാമൂരി ആ പ്രദേശത്തെ വീടുകളിലെല്ലാം പോവുകയും അവിടെ കോതാമൂരിയാട്ടം നടത്തുകയും പതിവാണ്. അപ്പോൾ പ്രധാന ക്ഷേത്രം ഉണ്ടാവും, ഓരോ ഗ്രാമത്തിലൊരു പ്രധാന ക്ഷേത്രം ഉണ്ടാവും. അവിടെ നിന്നാണ് ഈ കോതാമൂരി ആരംഭിക്കുന്നത്. എന്നിട്ട് ആ പ്രദേശത്തെ വീടുകളിലെല്ലാം പോകും. എന്നിട്ട് ഓരോ വീടുകളിലും ചെന്ന് കോതാമൂരിയാട്ടം നടത്തുകയുമാണ് ഈ ഒരു കലയുടെ രീതി. ഊർവരാരാധനയുമായി ബന്ധപ്പെട്ട ഒരു കലയാണിത്. നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഒരു നാടൻ കലാരൂപമാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ പരിചയപ്പെട്ട ഏതെങ്കിലും ഒരു കലാരൂപത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കുക. മുടിയേറ്റമൊക്കെ നിങ്ങൾ 6ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലേ, പടയണിയുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കലാരൂപം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്ത പ്രവർത്തനം 3 താരതമ്യക്കുറിവാണ്. ഉർവിയെ പുഷ്പിക്കും കലപോൽ നമുക്കത് നിർവൃതികരം സർഗ വ്യാപാരമുണ്ടോ മഞ്ഞിൽ. വൈലോപ്പിള്ളിയുടെ ഒരു കവിതാ രചനയാണ്. മഞ്ജുളമി കലാസൃഷ്ടിക്കു മുമ്പിൽ അഞ്ജലി അർപ്പിക്കുക. കടത്തനാട്ട് മാധവിയമ്മ, ഗ്രാമശ്രീകൾ. അപ്പോൾ ഈ 2 വരികളും താരതമ്യം ചെയ്ത് ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവും ഈ വരികളുടെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ താരതമ്യക്കുറിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കവിത അല്ലെങ്കിൽ 2 കവിതകളായിരിക്കും മിക്കവാറും തരിക. അത് തമ്മിൽ നമ്മൾ അതിൻ്റെ ആശയം എഴുതണം. എന്നിട്ട് അതിനെ താരതമ്യം, അതായത് കമ്പാരിസൺ നടത്തണം. എന്നിട്ടാണ് നമ്മൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഈ ചോദ്യത്തിന് ഒരു 2ാമത്തെ ഭാഗമുണ്ട്. കവയത്രി ഗ്രാമത്തിൻ്റെ ഐശ്വര്യ ദേവതകൾ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ബാലസൂര്യൻ, സ്വർണ്ണരശ്മികൾ, വയലിൽ ഞാറു നടുന്ന സ്ത്രീകൾ, താമരപ്പൂവ്. ഏതിനെയാണ്? വയലിൽ ഞാറു നടുന്ന സ്ത്രീകളെയാണ് എന്ത് ഐശ്വര്യ ദേവതകൾ എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. താരതമ്യക്കുറിപ്പ്. ഉർവിയെ ഭൂമിയെ മണ്ണിനെ പൂവണിയിക്കുന്നത് പോലെ മഹത്തായ ഒരു കലാസൃഷ്ടി വേറെയില്ല. ഉർവിയെ അഥവാ ഭൂമിയെ അഥവാ മണ്ണിനെ പൂവണിയിക്കുന്നത് പോലെ മഹത്തായ ഒരു കലാസൃഷ്ടി വേറെയില്ല. അത് നമുക്ക് ആനന്ദം തരുന്നു, നിർവൃതി തരുന്നു. ഏറ്റവും വലിയ സർഗവ്യാപാരം എന്ന് പറഞ്ഞാൽ കലാസൃഷ്ടി അത് തന്നെയാണ്. വൈലോപ്പിള്ളിയുടെ വാക്കുകൾ പൂർണ്ണമായും ശരിയാണ്. കൃഷി കലാസൃഷ്ടിയാണ്. വിശാലമായ വയലിൽ നിരന്നു നിൽക്കുന്ന ഞാറുകൾ ദൂരെ നിന്ന് കണ്ടാൽ നീലപ്പട്ട് വിരിച്ചതുപോലെയാണ് തോന്നുക. അതുപോലെ ഞാറുകളിൽ ഇളം കാറ്റ് തഴുകുമ്പോൾ അവ നൃത്തമാടുന്ന ഭംഗിയാണ് കാണുന്നവർക്ക് തോന്നുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാറുകളിൽ വന്നിട്ട് കാറ്റിങ്ങനെ തഴുകുമ്പോൾ എന്താണ് നൃത്തം ചെയ്യുന്ന പോലെയാണ് അത് കാണുന്നവർക്ക് തോന്നുക. വയലിൽ കൃഷി ചെയ്തിരിക്കുന്ന ഏതൊന്നും ദൃശ്യവിരുന്നൊരുക്കുന്നത് ആണ്.
കാഴ്ചക്കാരന് ആനന്ദം നൽകുന്നതെന്തോ അതാണ് കലാസൃഷ്ടി. അങ്ങനെയെങ്കിൽ വയലും അവിടുത്തെ കൃഷിയുമെല്ലാം ശ്രേഷ്ഠ കലാസൃഷ്ടി തന്നെ. അപ്പോൾ നമ്മൾ എഴുത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാത്രമല്ല കലാസൃഷ്ടി. ഭൂമിയുടെ അതായത് കാഴ്ചക്കാരന് എന്ത് സന്തോഷം നൽകുന്നു അതാണ് കലാസൃഷ്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൃഷിയും ഒരു എന്ത് തന്നെയാണ്, കലാസൃഷ്ടി തന്നെയാണ്. ഇപ്പോൾ വൈലോപ്പിള്ളിയും മാധവിയമ്മയും ഒരേ സർഗ്ഗവ്യാപാരം തന്നെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അടുത്ത പ്രവർത്തനം 4 ഹരിത ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കൃഷിഭവൻ നടത്തുന്ന കാർഷിക മേളയിൽ പങ്കെടുക്കാൻ 7ാം ക്ലാസ്സിൽ നിന്ന് ഒരു സംഘം കുട്ടികളെ തിരഞ്ഞെടുത്തു. ആ സംഘത്തിൽ നിങ്ങളും ഒരു അംഗമാണ്. കർഷകശ്രീ ലഭിച്ച കുനിയേടത്തെ രാമനുമായി അഭിമുഖം നടത്താൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചു. അഭിമുഖത്തിൻ്റെ ചോദ്യാവലി തയ്യാറാക്കുക. ചോദ്യാവലി: താങ്കൾ എങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്? ഈ കരിയർ തുടങ്ങാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? ഒരു കർഷകൻ എന്ന നിലയിൽ താങ്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സമീപ വർഷങ്ങളിൽ താങ്കൾ കൃഷി ചെയ്യുന്ന രീതിയെ സാങ്കേതിക വിദ്യ എങ്ങനെ മാറ്റിമറിച്ചു? താങ്കൾ എന്ത് സുസ്ഥിര കൃഷിരീതിയാണ് ഉപയോഗിക്കുന്നത്? കാലാവസ്ഥയിലും വിപണി വിലയിലും ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? താങ്കൾ ഏത് വിളകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? താങ്കൾ അനുഭവിച്ച പ്രത്യേകിച്ച് പ്രതിഫലദായകമോ വെല്ലുവിളിയോ നിറഞ്ഞ ഒരു സീസണിനെക്കുറിച്ച് പറയാമോ? ഉപഭോക്താക്കൾക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും സുരക്ഷിതത്വവും എങ്ങനെ ഉറപ്പാക്കും? പ്രാദേശിക സമൂഹത്തിലോ സമ്പദ് വ്യവസ്ഥയിലോ എന്ത് പങ്കാണ് താങ്കൾ വഹിക്കുന്നത്? കൃഷി ഒരു കരിയർ ആരംഭിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് എന്ത് ഉപദേശം നൽകാം? അപ്പോൾ ഇതിലെ ആ ചോദ്യാവലി എന്ന് പറഞ്ഞാൽ 5 ചോദ്യങ്ങൾ മാത്രം തയ്യാറാക്കിയാൽ മതി. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം ഒന്ന് നോക്കിയാലോ. പ്രവർത്തനം 5 ഇവിടെ നോക്കൂ. സംസ്ഥാന കർഷക അവാർഡ്, സംസ്ഥാന കർഷക പ്രതിഭ, സ്കൂൾ വിദ്യാർത്ഥി എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സാക്ഷ്യപത്രങ്ങൾ നമുക്ക് നൽകുന്ന പ്രചോദനം എന്താണ് ചർച്ച ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ ഓരോ വർഷവും കാർഷികാഭിവൃദ്ധി കുറഞ്ഞു വരികയാണ്. വിവിധ കാരണങ്ങളാൽ യുവജനങ്ങൾ കൃഷിയിലേക്ക് തിരിയുന്നില്ല. എല്ലാവർക്കും പേനയേന്തുന്ന ജോലി മതി. കേരളം ഭക്ഷ്യോൽപാദനത്തിൽ വൻ പരാജയമാണ്. നമ്മൾ ഭക്ഷണത്തിന് വേണ്ടുന്ന എല്ലാ വസ്തുക്കളും നമ്മൾ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. അതിൻ്റെ അനന്തരഫലം കേരളം സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ്. നമ്മുടെ സമ്പത്ത് മറ്റ് സംസ്ഥാനങ്ങൾ കൊണ്ടുപോകുന്നു. അവിടെയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഈ സാക്ഷ്യപത്രങ്ങൾ വിലയുറ്റതും പ്രചോദന കേന്ദ്രവും ആകുന്നത്. നാടിനെ സംരക്ഷിക്കേണ്ട ചുമതല യുവജനതയ്ക്കാണ്. അവർ കൃഷി ആഭിജാത്യമുള്ള ഒരു ജോലിയായി കാണുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ സാക്ഷ്യപത്രങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മാതൃകാ ചോദ്യപേപ്പറാണ്. അപ്പോൾ അതിൽ നമ്മളൊരു ചോദ്യാവലി, അതേപോലെ ചർച്ചാക്കുറിപ്പ്, താരതമ്യക്കുറിപ്പ്, അതേപോലെ തന്നെ നമ്മൾ വേറെ എന്താണ് ഡിസ്കസ് ചെയ്തത്, ഒരു രൂപത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ്, അതേപോലെ തന്നെ നമ്മൾ വായിക്കാം, എഴുതാം. ഇത്രയും 5 പ്രവർത്തനങ്ങളാണ് പരിചയപ്പെട്ടത്. ഇനി നമുക്ക് അടിസ്ഥാന പാഠാവലിയും വേറെ പല സബ്ജക്റ്റിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതേപോലെ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.